ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം കേട്ടോ. ഉന്നക്കായ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇത് വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂണാണ്. കുറച്ച് ഒഴിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിടാം. അണ്ടിപ്പരിപ്പ് ആദ്യം മുന്തിരി നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തെടുക്കാം. ഇത് ഉന്നക്കായ ഉണ്ടാക്കണ കുറേ മുന്നേ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയിട്ട് കുറേ ആയി. ഇപ്പോൾ ഇതിനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ എന്തൊക്കെ മക്കളെ, നിങ്ങളുടെയൊക്കെ വിശേഷം? നിങ്ങളൊക്കെ സുഖമായി ഇരിക്കുന്നു? ഇനി ആ നെയ്യിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വറുത്തെടുത്തിട്ട് കാണാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചത് ഇതിലിട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ച് മതി. മധുരമുള്ളതല്ലേ പഴത്തിൽ. കുറച്ച് പഞ്ചസാര, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പഴം തോല് ഉരിച്ചിട്ട് അതിനെ ശരിയാക്കിയെടുക്കാം. നല്ല ചൂടുണ്ട്. പഴം നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ട് വരാം. കുറച്ച് നേരം കൊണ്ട് ഇതൊന്ന് ഇതാക്കിയെടുത്തു. ഇനി നമുക്ക് ഇത് ഇത്തിരി എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് നമുക്കത് ഉരുളാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒന്നും കൂടി ഒന്ന് കട്ട ഉടയാനുള്ള പോലെ ഇടയിലിടയിലേ നല്ല ഒരു തീരെ പഴുപ്പാകാത്ത പഴം പോലെ ആയിട്ട് ഉരുള ഒട്ടുമ്പോൾ കാണാം. ഇതിപ്പോൾ ഇങ്ങനെ പരത്തി എടുത്തിട്ട് നമുക്ക് ഇനി ഇതിട്ട് കൊടുക്കാം.
പഴം ഒന്നും കൂടി വേവണം. അത് വേകാത്ത കാരണം ഇങ്ങനെ വെള്ളുക. ഇങ്ങനെ ആക്കിയിട്ടെടുക്കുക. അപ്പം മക്കളെ നമുക്കേ ഇതിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ബിസ്മില്ലാ. രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കളറ് ഒരു ബ്രൗൺ കളറാകുമ്പോൾ അങ്ങോട്ട് കോരിയെടുക്കാം. ഇനി അത് വെന്ത് വരട്ടെ. ഇത് രണ്ടെണ്ണം ആയിട്ടുണ്ട്. ഇനി അത് ഇട്ടത് വെന്ത് വരട്ടെ. അപ്പോൾ മക്കളെ ഇതും ബ്രൗൺ കളറായി കേട്ടോ. ഇനി ഇത് നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസായിട്ട് വരണ്ട്. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻ്റ് അയക്കുക. ഇത്രയേ ഉള്ളൂ. ശരി, അസ്സലാമു അലൈക്കും.